ഉണ്ണിക്കുട്ടൻ നല്ല മിടുക്കനായ കുട്ടിയായിരുന്നു. പക്ഷേ അവന് വേഗത്തിൽ ദേഷ്യം വരുമായിരുന്നു. കളിക്കുമ്പോൾ കൂട്ടുകാർ തോൽപ്പിച്ചാലോ, ഇഷ്ടമുള്ള കളിപ്പാട്ടം കിട്ടാതിരുന്നാലോ അവൻ നിലത്തിരുന്ന് കാലിട്ടടിക്കും എന്ന് ദേഷ്യത്തോടെ മൂക്കിൽ വലിച്ചു നിശ്വസിക്കും. ഒരു ദിവസം അവനൊരു പാവക്കുട്ടിയുടെ കൈയൊടിച്ചു. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അമ്മ അവനെ ചേർത്തുപിടിച്ചു പറഞ്ഞു, മോനെ, ദേഷ്യം ഒരു തീയാണ്. അത് നല്ലതൊന്നും ചെയ്യില്ല. നമുക്കൊരു രഹസ്യ പൂന്തോട്ടത്തിൽ പോകാം. അടുത്ത ദിവസം അമ്മ അവനെ തൊടിയിലെ ഒരു പഴയ ഗേറ്റിനടുത്തെത്തിച്ചു. ഗേറ്റിനപ്പുറം കണ്ട കാഴ്ച ഉണ്ണിക്കുട്ടനെ അത്ഭുതപ്പെടുത്തി. നിറയെ പൂക്കൾ, വള്ളിച്ചെടികൾ, മനോഹരമായ ചിത്രശലഭങ്ങൾ. അതായിരുന്നു ശാന്തതീരം, പൂന്തോട്ടം. അവിടെ വെളുത്ത മുടിയുള്ള, ചിരിക്കുന്ന മുഖമുള്ള തുളസി വല്യമ്മ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നുണ്ടായിരുന്നു. ആഹാ, ഉണ്ണിക്കുട്ടൻ വന്നോ? ഇവിടെ പൂവിളികൾ കേട്ട് ദേഷ്യം പറന്നുപോകും, വല്യമ്മ സ്നേഹത്തോടെ പറഞ്ഞു. വല്യമ്മ ഉണ്ണിക്കുട്ടന് ഒരു ചെറിയ മൺചട്ടി നൽകി. മോനെ, ഇതാ നിനക്കൊരു പനിനീർ ചെടി. നിന്റെ ദേഷ്യം വരുമ്പോഴെല്ലാം ഈ ചെടിക്ക് സ്നേഹത്തോടെ വെള്ളമൊഴിക്കണം. ദേഷ്യത്തിന്റെ തീ കെടുത്താനുള്ള വെള്ളമാണിത്. വീട്ടിലെത്തിയ ഉണ്ണിക്കുട്ടൻ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളമൊഴിച്ചു. പക്ഷേ ഒരു ദിവസം കളിക്കിടെ അവൻ കൂട്ടുകാരനോട് വഴക്കിട്ടു. ദേഷ്യപ്പെട്ട് കളിപ്പാട്ടം വലിച്ചെറിയാൻ പോയപ്പോൾ അവൻ ചെടിയെ ഓർത്തു. അവൻ ഓടിച്ചെന്ന് ചെടിച്ചട്ടിയെടുത്തു. ഇനി ദേഷ്യം വേണ്ട എന്നു പറഞ്ഞ് അവൻ ചെടിക്ക് കുറച്ചധികം വെള്ളമൊഴിച്ചു. ചെടിയിലെ ഇലകൾ അവനെ നോക്കി പുഞ്ചിരിക്കുന്നതുപോലെ അവന് തോന്നി. അടുത്ത ദിവസം പൂന്തോട്ടത്തിൽ പോയപ്പോൾ വല്യമ്മ പറഞ്ഞു, നോക്കൂ, മോന്റെ ചെടിയിലെ ആദ്യത്തെ മുട്ടു വിടരാൻ തുടങ്ങിയിരിക്കുന്നു. സ്നേഹമാണ് ഈ പൂവിന്റെ ഭക്ഷണം. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ണിക്കുട്ടന്റെ ദേഷ്യം കുറഞ്ഞുവന്നു. ദേഷ്യം വരുമ്പോൾ അവൻ ചെടിക്ക് വെള്ളം നനയ്ക്കും, അല്ലെങ്കിൽ ഒരു പൂവിനെ തലോടും. പ്രകൃതിയോട് സ്നേഹം കൂടിയപ്പോൾ കൂട്ടുകാരോടും അവൻ ദേഷ്യം കാണിക്കാതെയായി. ഒരു ദിവസം അവന്റെ ചെടിയിൽ ആദ്യത്തെ ചുവന്ന പനിനീർ പൂ വിരിഞ്ഞു. അത് കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ ചിരിച്ചു. ദേഷ്യമെന്ന തീയെ സ്നേഹം എന്ന വെള്ളം കൊണ്ട് അവൻ അണച്ചുകളഞ്ഞു. ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ ശാന്തതീരത്തെ മിടുക്കനാണ്.